പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ. നമ്മൾക്ക് കർത്താവിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ 50 നോമ്പിൻ്റെ 14 ദിവസം നമ്മൾ പിന്നിട്ടു. ഇതിപ്പം നോമ്പിൻ്റെ ഈ ചിന്തകൾ 4-ാം ഭാഗമാണ് വീഡിയോയിൽ ചെയ്യുന്നത്. 3 ഭാഗം കഴിഞ്ഞു. നമുക്ക് നോമ്പിനെ പറ്റി കൂടുതലായിട്ട് നമുക്ക് ചിന്തിക്കാം. ഈ കഴിഞ്ഞ വീഡിയോകൾ കേട്ടിട്ടുള്ളവരൊക്കെ, അത് കേട്ടിട്ടുള്ളവർ എനിക്ക് തോന്നുന്നു ഉണ്ടെങ്കിൽ അവർ കേട്ട് അത് ശരിയായിട്ട് ധ്യാനിച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അവർ അനുഗ്രഹീതരാണ്. കാരണം അവർക്ക് അങ്ങനെയുള്ളവർക്ക് നോയമ്പിൻ്റെ ഗുണം ചെയ്യത്തുള്ളൂ. അല്ലാതെ വെറുതെ കേട്ടത് കൊണ്ടോ ഒന്നും കാര്യമില്ല. അതുകൊണ്ട് നോയമ്പ്, അത് ഞാൻ ആദ്യമേ പറഞ്ഞു, ഏത് മതക്കാരായാലും തന്നെ അങ്ങനെയാണ്. നോമ്പ് അതിൻ്റെ എല്ലാ അർത്ഥങ്ങളോടും കൂടി തന്നെ ദൈവത്തോടു കൂടി ആയിരിക്കണം. ദൈവത്തോടു കൂടി ആയിരിക്കുന്നവർക്കാണ് അതിൻ്റെ ഫലം കിട്ടുന്നത്. അല്ലാതെ നമ്മളെ ലോക സുഖങ്ങളുടെ ലോകകാര്യങ്ങളിൽ വ്യാപൃതരായിരുന്നാൽ ദൈവകാര്യത്തിൽ വ്യാപൃതരാകാൻ പറ്റത്തില്ല. രണ്ടും ഒരുപോലെ സാധിക്കത്തില്ല. അതാണ് വിശുദ്ധ ബൈബിളിൽ പറയുന്നത്. യേശു പറയുന്നു, മാമോനെയും ദൈവത്തെയും കൂടെ ഒരുപോലെ സ്നേഹിക്കാൻ ആർക്കും കഴിയത്തില്ല. രണ്ടും കൂടെ പറ്റത്തില്ല. മാമോന എന്ന് പറയുന്നത് അവിടുത്തെ അത് ധനത്തിൻ്റെ കാര്യമാണ് പറയുന്നത്. ധനം, ലോകസുഖം, ലോകസമ്പത്ത്. അപ്പം ലോകസമ്പത്തിനെ സ്നേഹിക്കുന്നവന് ദൈവകാര്യങ്ങൾ ഒരിക്കലും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. എന്ന് പൂർണ്ണമായിട്ട് ചെയ്യാൻ പറ്റുകയില്ല. അല്പമൊക്കെ സാധിക്കും. ആ പൂർണ്ണമാകണമെങ്കിൽ ദൈവകാര്യത്തിൽ മുഴുവൻ ശ്രദ്ധയായിരിക്കണം. ലോകകാര്യങ്ങൾ വേണ്ടെന്നല്ല, ധനം സമ്പാദിക്കുന്നത് നല്ല കാര്യമാണല്ലോ, വേണ്ടെന്നല്ല, ആവശ്യമാണല്ലോ മനുഷ്യർക്ക്. അപ്പോൾ അതിലെല്ലാം മുഴുവൻ ശ്രദ്ധയും വരേണ്ടുന്നത് എന്നർത്ഥം. ഇത് കഴിഞ്ഞിട്ട് അത് സെക്കൻഡറി ആകണം, ആവശ്യമാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ നോമ്പിൻ്റെ കാര്യം കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു തോന്നുന്നു. ഓരോ ആഴ്ചയും സാധിക്കുന്നവർ എല്ലാവരും തന്നെ ആത്മശോധന ചെയ്തിരിക്കണം. നമ്മൾ എന്താണ് ഓരോ ആഴ്ച അവസാനവും, ദിവസവും പറ്റിയില്ലെങ്കിൽ ശനിയാഴ്ച വൈകുന്നേരം സന്ധ്യാപ്രാർത്ഥനയോടുകൂടി നമ്മുടെ ഒരു ആത്മശോധന ഉണ്ടായിരിക്കണം. നമ്മൾ എന്താണ് ഈ ഒരാഴ്ച ചെയ്തത്? നോയമ്പിൽ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്തോ? പ്രാർത്ഥിച്ചെന്ന് മാത്രമല്ല. അപ്പം നോയമ്പിൽ വർജന, അതായത് ചില ഭക്ഷിക്കരുതെന്ന് പറയുന്ന അത് മാത്രമല്ല. അത് മാത്രം നോയമ്പാകുന്നില്ല. നോയമ്പ് പൂർണ്ണമാകണമെങ്കിൽ ചില കാരുണ്യ പ്രവർത്തനങ്ങളും കൂടെ ഉണ്ട്. നമ്മൾ സഹജീവികളോടുള്ള, മനുഷ്യരോട് പ്രത്യേകിച്ചും ഉള്ള ആ പ്രത്യേകമായ ആദരവും സ്നേഹവും പരിഗണനയും നമ്മൾ പാലിക്കുന്നുണ്ടോ എന്നും കൂടി പരിശോധന ചെയ്ത് നോക്കണം. അതും കൂടെ ആണെങ്കിലേ നോയമ്പ് പൂർണ്ണമാകത്തുള്ളൂ, അർത്ഥവത്താകത്തുള്ളൂ. വെറും വാക്കാലല്ല, പ്രവൃത്തിയാലാണ് വേണ്ടിയത്. അത് നമ്മൾ വിശുദ്ധ യോഹന്നാൻ്റെ 1-ാം ലേഖനത്തിൽ 1-ാം അധ്യായം 3 1-ാം ലേഖനം 3-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, നമ്മൾ വാക്കാലും പ്രവൃത്തിയാലുമല്ല നമ്മൾ 18-ാം വാക്യം, കുഞ്ഞുമക്കളെ, വാക്കിലും പ്രവൃത്തിയിലുമല്ല നാം സ്നേഹിക്കേണ്ടത്, പ്രവൃത്തിയിലും സത്യത്തിലുമാണ്. പ്രവൃത്തിയിലാണ്. സത്യം എന്താണ്? യഥാർത്ഥ്യമായിട്ട് എന്നുള്ളത് മാത്രമല്ല, സത്യമെന്ന് പറയുമ്പോൾ ദൈവവചനമാണ്. ദൈവവചനത്തിൻ്റെ ആരാണ് അതിൻ്റെ ഉടമസ്ഥൻ? ആരാണത്? ദൈവവചനം കാണപ്പെടുന്ന രൂപം ഉണ്ടായത് യേശുവിനാണ്. യേശുവാണ് വചനം തന്നെയാണ്. ദൈവത്തിൻ്റെ വചനം മനുഷ്യനായിട്ട് അവതരിച്ചതാണ് യേശു. അപ്പോൾ സത്യം, അതാണ് സത്യം. ദൈവത്തിൻ്റെ വചനമാണ് സത്യം. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ പറയുന്നുണ്ട്, 17-ാം അധ്യായത്തിൽ പറയുന്നു, വചനമാണ്, അവിടുത്തെ വചനമാണ് സത്യം.
17-ാം വാക്യം, അവരെ അങ്ങ് സത്യത്താൽ വിശുദ്ധീകരിക്കണമേ. അവിടുത്തെ വചനമാണ് സത്യം. അപ്പോൾ സത്യം എന്ന് പറയുന്നത് ഇപ്പോൾ ഈ യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായം 17-ാം വാക്യം. അപ്പോൾ കർത്താവ് യേശു പറയുകയാണ്, ഞാൻ ലോകത്തിൻ്റേതല്ലാത്ത പോലെ അവരും ലോകത്തിൻ്റേതല്ല, അവരെ അങ്ങ് സത്യത്താൽ വിശുദ്ധീകരിക്കണം. ഈ സത്യമെന്ന് പറയുന്നത് എന്തുവാണെന്ന് കർത്താവ് അവിടെ യേശു വ്യാഖ്യാനം കൊടുക്കുന്നു. അവിടുത്തെ വചനമാണ് സത്യം. അവിടുത്തെ വചനം ആരാ? യേശു തന്നെയാണ്. യേശു തന്നെയാണ് സത്യം. യേശുവിനാൽ അവിടുന്ന് അവരെ വിശുദ്ധീകരിക്കണം. അങ്ങനെ ലോകത്തിലേക്ക് അയച്ചതുപോലെ ഞാനും അവരെ ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നു. അവരും സത്യത്താൽ വിശുദ്ധീകരിക്കപ്പെടേണ്ടതിന്, എന്നിൽ കൂടി വിശുദ്ധീകരിക്കപ്പെടേണ്ടതിന് എന്നർത്ഥം. അവർക്ക് വേണ്ടി ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു. കണ്ടോ? മറ്റുള്ളവർക്ക് വേണ്ടി, അതായത് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി, തൻ്റെ ശിഷ്യരെന്ന് പറയുമ്പോൾ നാം എല്ലാവരും തന്നെയാണ്. കർത്താവിൽ യേശുവിൽ വിശ്വസിക്കുന്നവർ, വിശ്വസിച്ച് അത് സ്വീകരിച്ച് നമ്മളെ ഹൃദയത്തിൽ സ്വീകരിച്ച് അവർക്ക് വേണ്ടിയാണ്, അവരാണ് കർത്താവിൻ്റെ ശിഷ്യരെന്ന് പറയുമ്പോൾ. അങ്ങനെ ഹൃദയത്തിൽ സ്വീകരിച്ച് നമ്മൾ ഓരോരുത്തരും ഇനിയും സ്വീകരിക്കാനിരിക്കുന്നവരും എല്ലാവരും തന്നെയാണ്. അപ്പോൾ അവർ കൂടെ വിശുദ്ധീകരിക്കുന്നതിന് വേണ്ടി ഈ സത്യമായ വചനമായ ക്രിസ്തു തന്നെ, യേശു തന്നെ പറയുന്നു, ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിക്കുകയാണ്, പിതാവിനോട് പറയുകയാണ്. അപ്പോൾ അതിന് ചിലർ വ്യാഖ്യാനം കൊടുക്കുന്നുണ്ട്. അതായത് അറിവില്ലാത്തവർ, അത് വ്യാഖ്യാനമല്ല, അവരുടെ അറിവില്ലായ്മ കൊണ്ട് പറയുന്ന ചില മതസ്ഥരാണെന്ന് എനിക്ക് തോന്നുന്നു. അത് ഹിന്ദുക്കളാരും അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല, ഹൈന്ദവ മതക്കാരും അങ്ങനെ പറയുന്നില്ല എന്നാണ് ഞാൻ ഇതുവരെ കണ്ടിട്ടും കേട്ടിട്ടുമില്ല. അപ്പോൾ മറ്റ് പറയുന്നുണ്ട്, എന്തുവാ അപ്പോൾ പിന്നെ ആരാണ് ദൈവം? യേശുവിന് എന്തുവാണ് പ്രസക്തി? യേശു വെറും മനുഷ്യനല്ലയോ? യേശു ദൈവം എന്ന് പറയും വേറെ ആളിനെ വിളിക്കുന്നുണ്ട്, അപ്പോൾ വേറെ ദൈവമാണ്. അതുപോലെയാണ് ഒരു നോൺ റിലീജിയസ് എന്നും കൊണ്ടൊരു ഗ്രൂപ്പ് ഉണ്ടായിട്ടുണ്ട്. അവരും പറയുന്ന ഇത് തന്നെയാണ്. അപ്പോൾ ഇവർക്കൊക്കെ എന്തോ ആശയക്കുഴപ്പമുണ്ട്. മറ്റവർക്ക് അറിയാൻ വയ്യാത്ത മറ്റു മതക്കാർക്ക് ആ മതത്തിലുള്ളവർക്ക് അറിയാൻ വയ്യ, അവർക്ക് സത്യം അറിയാൻ മനസ്സിലാക്കിയിട്ടില്ല. ഇവിടെ നോൺ റിലീജിയസ് കൊണ്ട് ക്രിസ്ത്യാനി ആണെന്നും പറയുന്നു, എന്നിട്ടാണ് ഇത് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള അബദ്ധങ്ങളും പാഷണ്ഡതകളും കേട്ട് മനസ്സിലാക്കി അത് ശരിയാണെന്ന് ധരിച്ചു പോകരുത്, അത് തെറ്റാണ്. അപ്പോൾ നമ്മളെ കർത്താവ് പറയുകയാണ്, അങ്ങ് സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണം, അവിടുത്തെ വചനമാണ് സത്യം. അങ്ങനെ ആ വചനമായ എന്നെ അങ്ങ് ലോകത്തിലേക്ക് അയച്ചതുപോലെ ഞാനും അവരെ ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നു. അവരും സത്യത്താൽ വിശുദ്ധീകരിക്കപ്പെടേണ്ടതിന് അവർക്ക് വേണ്ടി ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു. അപ്പോൾ മനസ്സിലാക്കണം, ഇവിടെ ഞാൻ പറഞ്ഞത് കർത്താവ് യേശു നോമ്പ് നോറ്റതും ഈ ചെയ്തത് എല്ലാം ആർക്ക് വേണ്ടിയാണ്? സ്വന്തം കാര്യത്തിന് വേണ്ടിയല്ല നോമ്പ് നോറ്റത്. സ്വയം വിശുദ്ധീകരണത്തിന് വേണ്ടി ചെയ്തത്, സ്വന്തം നേട്ടത്തിനല്ല, മറ്റുള്ളവർക്ക്, നമുക്ക് മാതൃകയായിട്ട് മറ്റുള്ളവരെ വിശുദ്ധീകരിക്കപ്പെടേണ്ടതിന് വേണ്ടി അവൾ സ്വയം വിശുദ്ധീകരിക്കപ്പെട്ടതായിരുന്നു, നമുക്ക് വേണ്ടി. കാരണം നമ്മളത് മാതൃകയാക്കണം, നമ്മുടെ ഒരു മോഡൽ ആക്കി മാറ്റുന്നതിന് വേണ്ടി. അപ്പോൾ അതായത് ഇനിയും നമ്മുടെ പ്രാർത്ഥനയിലുണ്ട്. നമ്മൾ നോയമ്പ് കാലത്ത് നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്നത്, ഞങ്ങൾ മലങ്കര കത്തോലിക്ക റീത്തിൽപ്പെട്ടതാണ്. അപ്പോൾ ഞങ്ങളുടെ പ്രാർത്ഥനയിലുള്ളതാണ് ഒരു ഭാഗമാണ് ഞാൻ വായിക്കുന്നത്. പിശാചിൻ്റെ ഞങ്ങളിലുള്ള അജ്ഞത മാറ്റുന്നതിന് പിശാച് മാറ്റുകയും പിശാചിൻ്റെ പ്രലോഭനങ്ങൾക്കെതിരായ ശക്തിയും ചെയ്യണമേ. നന്മയെ ദർശിക്കുന്ന നേത്രങ്ങളെ, ദിവ്യ പ്രബോധനങ്ങളെ ശ്രവിക്കുന്ന ശ്രവണങ്ങളെയും, നിൻ്റെ നിശ്വസനങ്ങളെ ഉൾക്കൊള്ളുന്ന ഘ്രാണത്തെയും, നിരന്തരം നിൻ്റെ മഹത്വങ്ങളെ പ്രകീർത്തിക്കുന്ന അധരങ്ങളെയും ഞങ്ങൾക്ക് നൽകണമെന്ന്. മനസ്സിലായോ? നമ്മുടെ പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിക്കുന്നതാണ്, അത് അർത്ഥം മനസ്സിലാക്കിയാണോ പ്രാർത്ഥിക്കുന്നത് എന്ന് നമ്മളെ ചിന്തിക്കുന്നതിന് വേണ്ടിയാണ് ഞാനത് പറഞ്ഞത്. നമ്മളെ നോയമ്പ് നോക്കുമ്പോൾ എന്ത് ചെയ്യണം? ഈ പ്രാർത്ഥിക്കുമ്പോൾ പിശാചിൻ്റെ പ്രലോഭനങ്ങളെ ജയിക്കാനുള്ള ശക്തി നമ്മൾക്ക് ദർശിക്കണം. അതിനുള്ള ശക്തി നമുക്ക് ലഭിക്കണം. പ്രലോഭനങ്ങൾ അങ്ങനെ മാറ്റാൻ പറ്റണം. യേശു 40 ദിവസം നോയമ്പ് നോറ്റപ്പോൾ പിശാച് പരീക്ഷിക്കാൻ വന്നപ്പോൾ അത് വ്യക്തമായിട്ട് കാണിച്ചു തരുന്നു. അത് കഴിഞ്ഞ് പിശാചിൻ്റെ പരീക്ഷണം ഉണ്ടായപ്പോൾ
അവൻ്റെ ആ 3 അവൻ്റെ ആ ആവശ്യങ്ങളും അവൻ പ്രലോഭിപ്പിച്ച അവൻ്റെ പ്രലോഭനങ്ങളും ആ 3 കർത്താവിന് ജയിക്കാൻ കഴിഞ്ഞു യേശുവിന്. അതുപോലെയാണ് നമ്മൾക്കും സാധിക്കണമെന്നാണ് നമ്മളിവിടെ പറയുന്നത്. അതുപോലെ നമ്മൾ കൂടുതൽ ബലഹീനരാണ്. അതുകൊണ്ട് നമ്മൾക്കെപ്പോഴും തെറ്റിനകത്ത് തന്നെയാണ്, നമ്മളെപ്പോഴും ലോകത്തിൽ തന്നെയാണ്, ഈ തെറ്റിനകത്ത് തന്നെയാണ്, ലോകത്തിൻ്റെ ആയിട്ടുള്ള എല്ലാ സുഖഭോഗങ്ങൾക്കും ഇടയിലാണ് നമ്മളിത് നോമ്പ് നോക്കുന്നത്. അപ്പോൾ നമ്മളിൽ എല്ലാ തെറ്റുകളും നമ്മൾ വരാൻ സാധ്യതയുണ്ട്. ഏതെങ്കിലും നമ്മുടെ ബലഹീനമാകുമ്പോൾ, അതായത് ശരീരം ബലഹീനമാകുമ്പോൾ നോമ്പ് നോക്കുന്നവരുടെ കാര്യമാണ് പറയുന്നത്. നോമ്പ് നോറ്റ് ശരീരത്തിന് ക്ഷീണവും ബലഹീനതയും സംഭവിക്കുമ്പോഴാണ് സാത്താന് കൂടുതലായിട്ട് ആത്മീയമായിട്ട് നമ്മളെ ഉപദ്രവിക്കാൻ സാധിക്കുന്നത്, നമ്മുടെ ബോധതലങ്ങളെ മാറ്റാൻ സാധിക്കുന്നത്. അവിടെ യേശുവിൻ്റെ അടുത്ത് അവൻ ചെയ്തത് അതാണ്. 40 നാൾ ദാഹവും വിശപ്പും എല്ലാം മാറ്റിവെച്ച് ദൈവത്തോടു കൂടി മാത്രം പൂർണ്ണമായിട്ടും ആയിരുന്നു കഴിഞ്ഞ് അത് അവസാനിപ്പിച്ചപ്പോൾ ആ ലോകത്തിലെ വിശപ്പും ദാഹവും ക്ഷീണവും എല്ലാം വന്നു. അപ്പോഴാണ് അവൻ സമീപിച്ചത്. ഇതുപോലാണ് നോമ്പുകാരെയും സാത്താൻ സമീപിക്കുന്നത്, പിശാച് നമ്മളെ വീഴ്ത്താനായിട്ട്. അപ്പോൾ അതിനുള്ള ശക്തി നമ്മൾക്ക് നൽകണം. അപ്പോൾ അത് കിട്ടിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ ആദ്യം പറഞ്ഞതിനുള്ള ആത്മശോധന, ദൈവം നമ്മളെ ഒരു സ്വന്തമായിട്ടുള്ളൊരു ഇവാലുവേഷൻ നമ്മളുടെ പ്രവൃത്തികളെപ്പറ്റി, നമ്മുടെ മനസ്സിനെ പറ്റി, നമ്മുടെ ചെയ്തികളെപ്പറ്റി, അവിടെ നമ്മുടെ വാക്കിലും ചിന്തയും വാക്കും പ്രവൃത്തിയും പറ്റി അവിടെ ഒരു അനലൈസ് നടത്തുമ്പോൾ, ഒരു അപഗ്രഥനം നടത്തി നമ്മളത് ആത്മശോധന ചെയ്യണം. അപ്പോഴതിൽ അത് നമുക്ക് സാധിച്ചില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മുടെ നോമ്പ് കൊണ്ട് സാത്താൻ്റെ ശക്തിയെ ക്ഷയിപ്പിക്കാൻ, നമ്മിലുള്ള ശക്തിയെ ക്ഷയിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. സാധാരണ നമ്മുടെ അടുത്ത് പ്രയോഗിക്കുന്ന ശക്തിയെ ജയിക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അത് കഴിയണം, ഇല്ലെങ്കിൽ നമുക്ക് ഏതാണ്ട് കുറവ് അവിടെ വന്നു നമ്മുടെ നോമ്പിൽ. അത് നമ്മൾ മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് എന്താണ് പറഞ്ഞത്, അവന് പ്രലോഭനങ്ങൾക്കെതിരായ ശക്തി നൽകണം. നന്മയെ ദർശിക്കുന്ന നേത്രങ്ങൾ, നല്ല കാര്യങ്ങൾ, നമുക്കെന്തെല്ലാം കാര്യങ്ങൾ നമുക്കുണ്ട്, അതൊന്നും നമ്മൾ കളഞ്ഞിട്ടാണ് ഇപ്പോൾ നമ്മൾ ജീവിക്കുന്നത്. ആ നന്മയൊന്നും കാണാൻ നമ്മൾക്ക് കഴിയുന്നില്ല. ഈ നോയമ്പ് കാലത്തെങ്കിലും നമുക്കത് സാധിക്കണം. ഇനിയും മുതൽ നോയമ്പ് കഴിഞ്ഞാൽ ഉടനെ മാത്രം അത് തീരുമെന്നല്ല. ഒരു നോയമ്പ് കഴിഞ്ഞ് തോന്നിവാസമായിട്ടുള്ള ജീവിതമല്ല ക്രിസ്തീയ ദർശനം. അത് മുഴുവനും തന്നെ ഇനി അങ്ങോട്ട് അത് പടിയായിട്ട് അത് ഉന്നതാവസ്ഥയിൽ ഉച്ചസ്ഥായിയിലെത്തണം എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിൽ. അപ്പോൾ നോയമ്പ് കഴിഞ്ഞവൻ അതിന് സാധിക്കണം. പ്രലോഭനങ്ങളെ ബാക്കിയുള്ള ജീവിത ദിവസങ്ങളിലും അത് സാധിക്കണമെന്നാണ്. അപ്പോൾ നന്മയെ ദർശിക്കാൻ കഴിയണം, മറ്റുള്ളവരിലുള്ള നന്മയെ നമുക്ക് കാണാൻ കഴിയണം. എന്ത് നന്മയെ ചെയ്യാൻ കഴിയുമെന്നുള്ളത് നമ്മുടെ ബോധതലത്തിൽ നമുക്ക് കാണാൻ സാധിക്കണം. അങ്ങനെ തിന്മയായിട്ടുള്ളത് ദർശിക്കാനാണ് നമുക്ക് താല്പര്യം, അതുണ്ടാകരുത്. പിന്നെ ദിവ്യ പ്രബോധനങ്ങളെ ശ്രദ്ധിക്കുന്ന ശ്രവണങ്ങളും നിൻ്റെ നിശ്വസനങ്ങൾ ഉൾക്കൊള്ളുന്ന ഘ്രാണത്തെയും നിരന്തരം നിൻ്റെ മഹത്വങ്ങളെ പ്രകീർത്തിക്കുന്ന അധരങ്ങളെയും ഞങ്ങൾക്ക് നൽകണേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ നമ്മൾ ഈ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾക്ക് അല്പം മനസ്സാക്ഷിയോടുകൂടി നമ്മൾ നോക്കണം, ആത്മാർത്ഥമായിട്ട് ചിന്തിച്ച് നോക്കണം. ഈ പ്രാർത്ഥനയ്ക്കനുസരിച്ചാണോ നമ്മളുടെ പ്രവർത്തനം ഉണ്ടായിരുന്നത്? നമ്മൾ അവിടുത്തെ പ്രബോധനങ്ങൾ ശ്രദ്ധിക്കുന്നതിന് ധാരാളം ധ്യാന പ്രാർത്ഥന ദിവസങ്ങളൊക്കെ നമുക്ക് ഈ ഭാഗത്ത് ഈ നോയമ്പ് കാലത്ത് പലയിടത്തും നടക്കുന്നുണ്ട്. നമ്മളത് ശ്രദ്ധിക്കാൻ പോകുന്നു. നമ്മൾ മറ്റുള്ള സുഖഭോഗങ്ങളായിട്ട് നമ്മുടെ ടി വിയിലും ഒക്കെ ഉള്ളത് കേൾക്കാൻ പോകുന്നു. അല്ലെങ്കിൽ അങ്ങനെയുള്ള വാർത്തകൾ കേൾക്കാൻ പോകുന്നു. വാർത്തകൾ കേൾക്കേണ്ടതെന്നല്ല ഞാൻ പറയും, സാധാരണമായിട്ടുള്ള നടക്കുന്ന വാർത്തകൾ വേണം. ഇന്നത്തെ വാർത്തകൾ സാധാരണ എല്ലാം കുത്തും വെട്ടും കൊലപാതകവും ഓരോ രാഷ്ട്രീയ അധികാരത്തിൻ്റെ കീഴിൽ നടക്കുന്നതൊക്കെയാണ്. അങ്ങനെയുള്ള സംഘടനകളും പ്രസ്ഥാനങ്ങളും ഒക്കെ അവരുടെ ആ രീതി അതൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ക്രിയകൾ അതൊക്കെ നമ്മൾ സഹിച്ചുകൊണ്ട് ജീവിക്കുന്നു. അപ്പോൾ നമ്മൾ അതിനു വേണ്ടി സമയം കളയുകയല്ല, അത് കേൾക്കാനും കാണാനും. അത് കേട്ടിട്ടും കണ്ടിട്ടും എന്തുവാണ് കാര്യം? നമ്മൾ മറ്റു വാർത്തകൾ കേൾക്കുന്നതിൽ കുഴപ്പമില്ല, അത് വേണം. അതിനെല്ലാം പ്രാധാന്യം കൊടുക്കണം. ഇവിടെ ദൈവത്തിൻ്റെ കാര്യങ്ങൾ കഴിഞ്ഞിട്ട് അത് നമുക്ക് ചിന്തിക്കാം. അതാണ് ഇവിടെ ഞാൻ പറയുന്നത്. എന്നിട്ട് അവിടുത്തെ നിൻ്റെ മഹത്വങ്ങളെ കീർത്തിക്കുന്ന അധരങ്ങളെയും ദാനധർമ്മങ്ങൾക്കും സുഹൃത പ്രവൃത്തികൾക്കുമായിട്ട് ചലിക്കുന്ന കാൽകരങ്ങളെയും ഞങ്ങൾക്ക് നൽകണമേ. അപ്പോൾ കർത്താവിൻ്റെ മഹത്വത്തെ പ്രകീർത്തിക്കുന്ന അധരങ്ങളെ
വേണം. മഹത്വം എന്തുവാണ്? കർത്താവിൻ്റെ മഹത്വം നമ്മളെ ആരുമല്ലാതിരുന്ന നമ്മളെ കർത്താവിൻ്റേതാക്കി തീർത്തു. നമ്മൾ കർത്താവിൻ്റെ മക്കളായി നമ്മളെ മക്കളായിട്ട് അവിടുന്ന് എടുത്തു. യോഹന്നാൻ്റെ ഒന്നാം ലേഖനം, വിശുദ്ധ യോഹന്നാൻ്റെ ഒന്നാം ലേഖനം 3-ാം അധ്യായം 1-ാം വാക്യം, കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് പിതാവ് നമ്മോട് കാണിച്ചത്, ദൈവമക്കളെന്ന് നാം വിളിക്കപ്പെടുന്നു. നാം അങ്ങനെയാണ് താനും. മനസ്സിലായല്ലോ? അപ്പോൾ നമ്മളെ മക്കളായിട്ട് നമ്മളെ സ്വീകരിച്ചു. അതാണ് കർത്താവിൻ്റെ സ്നേഹം നമ്മളോട് കാണിച്ചത്. ഏറ്റവും കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ ഉദാത്ത മാതൃകയാണ് നമ്മളെ മക്കളാക്കിയത്. ആ യേശുവിനെ തന്നു, യേശുവിലൂടെ നമ്മളെ മക്കളാക്കിയെടുത്തു. അതാണ് ഇവിടെ പറയുന്നത്. നമ്മൾ അങ്ങനെ തന്നെയാണ് താനും. ഇനി ലോകം എന്തു പറഞ്ഞാലും ആരെന്തു പറഞ്ഞാലും നമ്മൾ മക്കൾ തന്നെയാണ്, പിതാവിൻ്റെ ദൈവത്തിൻ്റെ മക്കൾ തന്നെയാണ്. അപ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞു, അപ്പോൾ യേശു ആരാണ്? യേശു അതേ മക്കൾ തന്നെയാണ്. യേശു ആരാ? ദൈവം തന്നെയാണ്. ദൈവത്തിൽ നിന്നുള്ള ആ വചനമാണ് അവിടെ അവതരിച്ചത്. അതുകൊണ്ട് അതിന് ക്രിസ്ത്യാനികൾക്കാർക്കും രണ്ട് പക്ഷമില്ല. അത് പിതാവ് വേറെ ഒരാൾ, പുത്രൻ വേറൊരാൾ, അങ്ങനെയൊന്നല്ല. പിതാവും പുത്രൻ പരിശുദ്ധാത്മാവ് ദൈവത്തിൻ്റെ 3 തലങ്ങളാണ്. 3 അവസ്ഥയിലുമാണ്. അതിലും പ്രത്യേക വ്യതിരിക്തത ഉണ്ട് താനും. അപ്പോൾ അതാണ് ഇവിടെ പുത്രൻ തമ്പുരാന് പ്രത്യേകമായിട്ടുള്ള വ്യതിരിക്തതയുണ്ട്, ആ പ്രത്യേകതയുണ്ട്. പരിശുദ്ധാത്മാവിനുണ്ട്, അത് പൂർത്തീകരിക്കുന്നയാളാണ്. പുത്രൻ തമ്പുരാനിലാണ് അതിൻ്റെ ആ ശബ്ദം അല്ലെങ്കിൽ വചനം ഉള്ളത്. അപ്പം അത് പിതാവ് എല്ലാത്തിൻ്റെയും എല്ലാമാണ്. അപ്പോൾ അതിൽ ഞാൻ കൂടുതൽ അതിനെപ്പറ്റി ദൈവശാസ്ത്രപരമായിട്ട് വിശദീകരിക്കുന്നതിന് ഉള്ള സമയം നമുക്ക് വേണ്ടി ഞാൻ പറ്റിയ വീഡിയോകളിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. ആദ്യമൊക്കെ നമ്മളെ പഠനം തുടങ്ങിയപ്പോഴൊക്കെ നോയമ്പിൻ്റെ അല്ല ബൈബിൾ പഠനം തുടങ്ങി. ഇനിയും അതൊക്കെ എടുത്ത് വീണ്ടും പറയേണ്ടി വരും, പറയാം. അപ്പോൾ നമ്മൾ അങ്ങനെ എന്നിട്ട് മഹത്വങ്ങളെ പ്രകീർത്തിക്കണം. ആ കർത്താവിൻ്റെ ഈ മഹത്വം നമുക്കിതെല്ലാം തന്ന് നമ്മളെ ഇങ്ങനെ അവിടുത്തെ മക്കളാക്കി മാറ്റിയതിൻ്റെ ആ മഹത്വം അവിടെ എന്തുമാത്രം നമ്മൾ അപ്പം കർത്താവിൻ്റെ ആ സ്നേഹത്തിൻ്റെ ആ മഹത്വവും പാരമ്യം നമ്മൾ പ്രകീർത്തിക്കുന്നതായിരിക്കണം. അതിന് നമ്മൾ ദാനധർമ്മങ്ങൾക്കും സുഹൃത പ്രവൃത്തികൾക്കുമായിട്ട് ചരിക്കുന്ന കാൽകരങ്ങളെ നമ്മൾക്ക് നൽകണം. അങ്ങോട്ട് ഇതൊക്കെ ചെയ്യുന്നതിന് വേണ്ടി നമ്മളെ അങ്ങോട്ട് നടത്തുന്ന കാലുകളും കരങ്ങളും ആയിരിക്കണം നമ്മൾക്ക് ഈ നോയമ്പ് കാലത്ത് മുഴുവനും വേണ്ടിയത്. അതിൻ്റെ ഫലമായിട്ട് ബാക്കിയുള്ള ദിവസങ്ങളുണ്ടാണല്ലോ. നോയമ്പ് കാലത്ത് മാത്രമല്ല, എത്രയോ ദാനധർമ്മങ്ങൾ ചെയ്യാനുള്ള അവസരമുണ്ട്. നമ്മുടെ ചുറ്റുപാട് നോക്കുക. ക്രിസ്ത്യാനികളെ അല്ല, മതം നോക്കിയല്ല, മറ്റുള്ളവരെ നോക്കുക. സഹായം ആവശ്യമുള്ളവർ എത്രയോ പേരുണ്ട്. ഇല്ലാത്തവർ, സഹായം ആവശ്യമുള്ളവരെന്ന് പറഞ്ഞാൽ എല്ലാവരും നിലവുള്ളതല്ല. സഹായം അർഹിക്കുന്നവർ, ഇല്ലാത്തവർ അല്ല, ഉള്ളവർക്ക് കൊടുക്കുകയല്ല. നമ്മുടെ സാധാരണ രീതി എന്ന് പറഞ്ഞാൽ എനിക്കിങ്ങോട്ട് കിട്ടുമല്ലോ, അവനും എൻ്റെ കാലത്ത് എന്നെ സഹായിക്കുമല്ലോ, അതുകൊണ്ട് ഞാൻ അവർക്കും കൊടുക്കാം, അവരെയും കരുതാമെന്ന് ഉള്ളതാണ്. എന്നാൽ അങ്ങനെയല്ല. ഇല്ലാത്തവന് അവൻ്റെ ഇല്ലായ്മയിൽ നമ്മൾ അവനെ ചെയ്യുക. അത് പല വിധത്തിലായിരിക്കാം. ആഹാരത്തിനായിരിക്കാം ഉള്ള വക കൊടുക്കുക എന്നുള്ളതായിരിക്കാം. അല്ലെങ്കിൽ പിന്നെ അവൻ്റെ ആരോഗ്യത്തിന് വേണ്ടി മരുന്നുകളോ ആശുപത്രികളിൽ ചെയ്യുന്നതിന് അതിനു വേണ്ടിയുള്ളതായിരിക്കാം. അവരെ കൂടെ ചെല്ലാൻ ആരുമില്ലെങ്കിൽ അവർ ഒറ്റപ്പെട്ട് അങ്ങനെ കഴിയുന്നവർക്ക് ആണെങ്കിൽ, അവശത അനുഭവിക്കുന്നതാണെങ്കിൽ അവരെ കൊണ്ടുപോയി ചികിത്സാലയങ്ങളിൽ എത്തിച്ച് അവർക്ക് വേണ്ടി ചെയ്യുക. അത് നല്ല സമരായൻ്റെ കർത്താവ് പറഞ്ഞതുപോലെ. അപ്പോൾ ഇതൊക്കെയാണ് ദാനധർമ്മങ്ങളും കാരുണ്യ പ്രവൃത്തികളും ഒക്കെ. അപ്പോൾ അതിനുവേണ്ടി ചരിക്കുന്ന കൈകൾ വേണം, കാൽകരങ്ങൾ വേണം. അവൻ്റെ ആവശ്യങ്ങൾ ചിലപ്പോൾ ഇച്ചിരി പണമായിരിക്കും ആവശ്യം. നമുക്ക് പണമുണ്ടെങ്കിൽ നമ്മളത് ചെയ്യേണ്ടുന്നതാണ്. അപ്പം ഇത് ഇവിടെ തന്നെ യോഹന്നാൻ്റെ ഒന്നാം ലേഖനത്തിൽ പറയുന്നുണ്ട്. നമ്മൾ എൻ്റെ സഹോദരനെ നീ ആവശ്യമുള്ളവനെന്ന് കണ്ടാണ്ട് 3-ാം അധ്യായം 17-ാം വാക്യത്തിൽ, ഒരുത്തന് ലൗകിക സമ്പത്തുണ്ടായിരിക്കെ ഒരുവൻ തൻ്റെ സഹോദരനെ സഹായം അർഹിക്കുന്നതായി കണ്ടിട്ടും
അവനെതിരെ ഹൃദയം അടയ്ക്കുന്നെങ്കിൽ അവനിൽ ദൈവസ്നേഹം എങ്ങനെ കുടികൊള്ളും? മനസ്സിലായോ? നമ്മൾക്ക് സമ്പത്തുണ്ട്, അതിൽ സമ്പത്ത് ഒരുപാടുണ്ടെന്നല്ല അതിൻ്റെ അർത്ഥം. എന്തെങ്കിലും അവനെ ആവശ്യമുള്ളവനെ സഹായിക്കാൻ നമ്മൾക്ക് ഏതെങ്കിലും വിധത്തിൽ കഴിയുന്നുവെങ്കിൽ അത് ചെയ്യാതെ അവൻ്റെ എതിരെ മുഖം തിരിക്കുന്നെങ്കിൽ ഞാൻ കേട്ടിട്ടില്ല അല്ലെങ്കിൽ എന്നെ കൊണ്ട് കഴിയത്തില്ല എന്ന് പറയുന്നെങ്കിൽ അവനിൽ ദൈവസ്നേഹമില്ല. ദൈവസ്നേഹമില്ലാത്ത നോയമ്പ് നോക്കിയിട്ട് എന്തുവാ കാര്യം? ഒരു കാര്യവുമില്ല. ആഹാരം കുറച്ച് വർജിച്ചു, നീണ്ട പ്രാർത്ഥനകൾ നടത്തി, യാമപ്രാർത്ഥനകളെല്ലാം നടത്തി, 7 പ്രാവശ്യത്തെയും നടത്തി. ഇപ്പം നമ്മൾ 7 പ്രാവശ്യത്തെ ചിലപ്പോൾ 4 തവണയായിട്ടായിരിക്കും ചൊല്ലി, 4 യാമങ്ങളിലായിട്ട് 4 നേരങ്ങളിലായിട്ടായിരിക്കും ചൊല്ലുന്നത്. അതേ നമുക്ക് പറ്റുകയുള്ളൂ. ജോലിക്ക് പോകുന്നവർക്കൊന്നും അപ്പോൾ അതും കൂടെ പറ്റുകയില്ല. 2 നേരമോ ആയിട്ടേ പറ്റുകയുള്ളൂ. അപ്പം എല്ലാം കൂടെ ചേർത്ത്. അപ്പം ഇത് അങ്ങനെ ചെയ്തിട്ട് ഈ പ്രവൃത്തി ചെയ്തില്ലെങ്കിൽ, പ്രവൃത്തിയിൽ അതില്ലെങ്കിൽ അത് നോയമ്പല്ല കേട്ടോ. കളിപ്പിക്കാൻ ചെയ്യുന്നത് പോലാണ്, മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ ചെയ്യണേ. ദൈവത്തെ മഹത്വപ്പെടുത്തുകയല്ല, അത് സാത്താനെ മഹത്വപ്പെടുത്തുകയാണ്, പിശാചിനെ മഹത്വപ്പെടുത്തുകയാണ്. കുഞ്ഞുമക്കളെ, ഞാൻ ആദ്യം പറഞ്ഞല്ലോ 18-ാം വാക്യം അതിൻ്റെ തൊട്ട് അടുത്ത്, കുഞ്ഞുമക്കളെ വാക്കിലും സംസാരത്തിലും അല്ല നാം സ്നേഹിക്കേണ്ടത്. നമ്മളങ്ങനെ ചുമ്മാ ചിന്തിച്ചാൽ പോരാ. വാക്കിലല്ല, പിന്നെ സംസാരത്തിലും അല്ല, പിന്നെ പ്രവൃത്തിയിലും സത്യത്തിലുമാണ്. പ്രവൃത്തിയിൽ, നമ്മുടെ പ്രവൃത്തിയിൽ വേണം നമ്മൾ നോയമ്പ് അനുഷ്ഠിക്കുന്നത്, അത് ചെയ്യേണ്ടത്. അതായത് കാരുണ്യ പ്രവർത്തികൾ ചെയ്യുന്നത് അത് സത്യത്തിലുമാണ്, വചനത്തിലും കൂടിയാണ്. വചനം കൂടെ അവിടെ ഓർമ്മിക്കണം. പറ്റുമെങ്കിൽ പറഞ്ഞു കൊടുക്കുക വചനം. അതാണ് സത്യത്തിലും വചനത്തിലും കൂടിയാണ്. ആ വചനവും കൂടെ അവിടെ ഉപയോഗിക്കണം. എല്ലായിടത്തും വചനം ഒരു പ്രത്യേകതയാണ്, അത് പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്, വചനത്തിലും കൂടിയാണ്. അങ്ങനെ എൻ്റെ ആത്മശരീരങ്ങൾ അതിൻ്റെ സർവ്വശക്തികളോടും കൂടെ സന്നിധിയിൽ കാണപ്പെടുകയും നിൻ്റെ തിരുഹിതപ്രകാരം വ്യാപരിക്കുകയും ചെയ്യുമാറാകണമേ. അതാണ് നമ്മളിപ്പോൾ ഇതൊക്കെ ചെയ്തിട്ട്, ഇതൊക്കെ നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നോക്കുമ്പോൾ അവിടുത്തെ സർവ്വശക്തികളോടും കൂടി എൻ്റെ ആത്മശരീരങ്ങൾ കർത്താവിൻ്റെ മുൻപിൽ, ദൈവത്തിന് മുൻപിൽ നമ്മൾ പ്രാർത്ഥനയ്ക്കിരിക്കുമ്പോൾ കാണണം. ഇതെല്ലാം പ്രവർത്തിച്ചിട്ടാണ്, അല്ല പറഞ്ഞിട്ടല്ല, ഈ പ്രാർത്ഥന നടത്തിയിട്ടല്ല. ഇതെല്ലാം പ്രവർത്തിച്ചിട്ട് പ്രാർത്ഥനയ്ക്കിരിക്കുമ്പോൾ അവിടെയാണല്ലോ, അതാണല്ലോ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മളിരിക്കുക, ദൈവത്തിൻ്റെ സന്നിധിയിൽ കാണപ്പെടുക എന്ന് പറയുന്നത്. എന്നിട്ട് സർവ്വശക്തികളോടും കൂടി നമ്മുടെ ആത്മാവും ശരീരവും നമ്മുടെ തിരുഹിതപ്രകാരം വ്യാപരിക്കുകയും ചെയ്യുമാറാണ് കർത്താവിൻ്റെ സന്നിധിയിൽ അവിടെ ആയിരിക്കണം. അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ്. അവിടെ ഇവിടെ അടുത്ത ആ പ്രാർത്ഥന അതിൻ്റെ തുടർച്ചയായിട്ട് പറയുന്നുണ്ട്, ഭക്ഷണപാനീയം വർജിക്കുന്ന നോമ്പ് ചെറുതാകുന്നു, എന്നാൽ പുണ്യപ്രവൃത്തികൾ ചെയ്യുന്ന നോമ്പ് കർത്താവിൻ്റെ ദൃഷ്ടിയിൽ വലുതാണ്. പുണ്യപ്രവൃത്തികൾ ചെയ്യുമ്പോൾ അത് മറ്റേ ചെറുത് നമ്മൾക്ക് ആവശ്യത്തിനുള്ള അതിൻ്റെ അനുഗ്രഹവും അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് നമ്മൾ പുണ്യപ്രവൃത്തികൾ ചെയ്യുമ്പോൾ ആ നോമ്പ് കർത്താവിൻ്റെ സന്നിധിയിൽ വലുതാകുന്നു. പക്ഷേ ഇത് പരസ്യമായിട്ടല്ല ചെയ്യുന്നത്. പുണ്യപ്രവൃത്തികൾ രഹസ്യമായിട്ടാണ് സഹായങ്ങളും ആവശ്യങ്ങളും ഒരുത്തൻ്റെ നമ്മൾ നിറവേറ്റി കൊടുക്കുമ്പോൾ, കാരുണ്യ പ്രവൃത്തിയായിട്ട് ദൈവസ്നേഹത്തിൻ്റെ പേരിൽ ചെയ്യുമ്പോൾ, അത് പരസ്യമാക്കി മറ്റുള്ളവരോട് ഞാൻ ഇന്നത് ചെയ്തെന്ന് പറഞ്ഞാൽ അതിൻ്റെ മഹത്വം അപ്പോൾ തന്നെ കിട്ടി, അവരിൽ നിന്ന് കിട്ടി, ഇത് കേൾക്കുന്നവരിൽ നിന്ന് കിട്ടി. അവർ നമ്മളെപ്പറ്റി സന്തോഷം, അത് നല്ല മനുഷ്യനാണല്ലോ ഇങ്ങനെയൊക്കെ ചെയ്തല്ലോ എന്നുള്ളത്. അപ്പം നമ്മൾ അതല്ല ദൈവം ചെയ്യുന്നെങ്കിൽ അതിനാണ് ബൈബിളിൽ പറയുന്നത്, വലത് കൈ ചെയ്യുന്നത് ഇടത് കൈ അറിയരുതെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അതാണ്. മറ്റുള്ളവരെ അറിയിക്കാനും അവരറിയാനും പാടില്ല. കാരണം അത് സ്വീകരിച്ചവൻ മാത്രമേ അറിയാം. അവൻ്റെ ആത്മാഭിമാനത്തെ വ്രണപ്പെടുത്തരുത്, അവൻ്റെ ആത്മാഭിമാനത്തിൽ സങ്കോചം ഉണ്ടാകരുത്. അതാണ് അതിൻ്റെ അർത്ഥം. ഉപവസിക്കുകയും ദരിദ്രർക്ക് ദാനം കൊടുക്കുകയും ചെയ്യുന്നവൻ വലിയ പ്രതിഫലം പ്രാപിക്കുന്നു. കർത്താവ് അവൻ്റെ നോമ്പ് സ്വീകരിക്കുന്നു. എന്നാൽ ദാനം ചെയ്യുവാനില്ലാതിരിക്കുകയും, ഇപ്പോൾ ഒരു സാധുവായ ഒരു മനുഷ്യനെ ഒന്നും കാണില്ല, അവൻ്റെ ആവശ്യത്തിന് പോലും ഒന്നുമില്ലായിരിക്കും, അവൻ്റെ ജീവൻ നിലനിർത്താൻ പോലും ഒന്നുമില്ലായിരിക്കും. എന്നാലും തൻ്റെ നോമ്പിൽ സ്നേഹം കലർന്നിരിക്കുകയും, തൻ്റെ നോമ്പിൽ അങ്ങനെ സ്നേഹം കലർന്ന് അവനായില്ലാത്തവൻ്റെ സങ്കടം ഓർത്ത് നമ്മൾക്കൊരു വേദന ഉണ്ടാകണം. മനസ്സിലാണ് നോമ്പ്. അൻപ്, സ്നേഹം, അതാണ് നോമ്പെന്ന് പറയുന്നത്. അത് ആവശ്യക്കാരോട്, അതായത് വേദനിക്കുന്നവരുടെ പേരിൽ നമുക്ക് സ്നേഹം ഉണ്ടാകുക, നമ്മുടെ മനസ്സും വേദനിക്കുക. അതാണ് നോമ്പ് എന്ന് പറയും, നോവും അൻപും.
സ്നേഹവും. അപ്പോൾ അങ്ങനെ നമ്മുടെ നോമ്പിൽ സ്നേഹം കലർന്നിരിക്കുകയും ചെയ്യുന്നവർ ആത്മീയരോടുകൂടി ചേർക്കപ്പെടും. അതാണ് നമ്മൾ പ്രാർത്ഥന. പക്ഷേ ഇത് അർത്ഥം അറിഞ്ഞ് നമ്മളത് പ്രാർത്ഥിക്കുന്നുണ്ടോ ആത്മാർത്ഥമായിട്ട് എങ്കിലും നമ്മളിത് ചെയ്തിരിക്കും. അല്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥന അധര വ്യായാമമായിരിക്കും, നമ്മുടെ അധരത്തിനൊരു വ്യായാമം കവിളിനുമൊക്കെ എന്നുള്ളതായിരിക്കും. അപ്പോൾ അങ്ങനെയല്ല വേണ്ടിയത്. അപ്പോൾ അതിനുവേണ്ടി നമ്മുടെ പ്രാർത്ഥനയ്ക്ക് അനുസരിച്ചുള്ള പ്രതിഫലം നമുക്ക് കിട്ടണമെങ്കിൽ നമ്മളിത് ചെയ്തിരിക്കണം. അല്ലെങ്കിൽ ആ നോമ്പ് സ്വീകാര്യമല്ല. ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ആത്മശോധന ചെയ്യുമ്പോൾ നമ്മൾ സ്വന്തമായിട്ട് ഒന്ന് വിലയിരുത്തുമ്പോൾ നമ്മൾക്ക് പിശാചിൻ്റെ പ്രവൃത്തികളെ ജയിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മുടെ നോമ്പിന് ഇതുപോലുള്ള കുഴപ്പങ്ങൾ പറ്റിയിട്ടുണ്ടെന്ന് അർത്ഥം. എവിടെയാണ് നമുക്ക് പറ്റിയതെന്ന് നമ്മൾ ചിന്തിച്ച് നോക്കണം. അപ്പം നമ്മൾ വീണ്ടും ഇതൊന്നും ചെയ്യുന്നെങ്കിൽ പിശാചിൻ്റെ പിടിയിലാണെന്നുള്ളതും കൂടെ ഓർമ്മിക്കണം. പിശാച് ഇനിയും ഇതിലും വലിയ പ്രലോഭനങ്ങൾ വരുത്തും. അപ്പം അതാണ് ഞാൻ ഇവിടെ പറയുന്ന അടുത്ത പ്രാർത്ഥനകൾ. തൻ്റെ നോമ്പാൽ സാത്താനെ ജയിക്കുകയും സ്വർഗരാജ്യത്തിലേക്കുള്ള ഊടുവഴി ഞങ്ങളെ പഠിപ്പിക്കുകയും പോരാട്ടം ചെയ്ത് രാജ്യവും നാശമില്ലാത്ത ജീവനും ഞങ്ങളെ അവകാശപ്പെടുത്തുവാനായി നോമ്പാകുന്ന ആയുധം ഞങ്ങൾക്ക് നൽകുകയും ചെയ്തവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഇവിടെ തൻ്റെ നോമ്പാൽ എന്ന് പറയുന്ന യേശു ഇരുന്ന് നോമ്പ് നോറ്റത് സാത്താനെ ജയിച്ചു. പിന്നെ സ്വർഗരാജ്യത്തിലേക്കുള്ള ഊടുവഴി ഞങ്ങളെ പഠിപ്പിക്കുകയും സ്വർഗരാജ്യത്തിലേക്കുള്ള വഴി ഞങ്ങളെ പഠിപ്പിച്ചു. സ്വർഗരാജ്യത്തിലേക്ക് ഊടുവഴി എന്ന് പറയുമ്പം ഞാൻ ഇനി അടുത്ത ബൈബിൾ പഠനത്തിൽ പറയാം. കാരണം വിശാലമായിട്ടുള്ള വഴിയല്ല, ഞെരുങ്ങിയ വഴിയാണ്. നമ്മുടെ ജീവിതം കൊണ്ട് നമ്മൾ ഞെരുങ്ങുന്നു. ലൗകികമായിട്ടുള്ളതെല്ലാം കളഞ്ഞ് നമ്മുടെ ശരീരത്തിൻ്റെ അഭിലാഷങ്ങളെല്ലാം കളഞ്ഞ് നമ്മൾ അതിനെയൊക്കെ ഒന്ന് കുറച്ച് അതിനെ നമ്മൾ ആത്മീയമായിട്ട് ആത്മീയതയെ വളർത്തി നമ്മൾ വരുമ്പോൾ അതിനിച്ചിരി പാടാണ് ആ വഴി. അതാണ് പറഞ്ഞ ഊടുവഴി, നിരപ്പായ വിശാലമായ വഴിയല്ല. അതാണ് നമ്മൾ ഈ സുവിശേഷത്തിൽ തന്നെ 2-ാം അധ്യായത്തിൽ 6-ാം വാക്യം 2-ാം അധ്യായം, അവനിൽ വസിക്കുന്നെന്ന് പറയുന്നവൻ അവൻ നടന്ന അതേ വഴിയിലൂടെ നടക്കേണ്ടിയിരിക്കുന്നു. എങ്ങനെയാണ് കർത്താവിൻ്റെ വഴി? എന്തുമായിരുന്നു നടന്ന വഴി? ഇതായിരുന്നു. മറ്റുള്ളവർക്ക് ഉപകാരങ്ങളും നന്മകളും ചെയ്ത് അവരെ അറിവില്ലാത്തവരെ പഠിപ്പിച്ചും പ്രബോധനം കൊടുത്തു അവരെ ദൈവത്തിൻ്റേതായിട്ട് ആക്കി തീർക്കുക. അപ്പോൾ അവൻ നടന്ന വഴി കൂടെ നടക്കുക. അങ്ങനെ കർത്താവ് ഒരുപാട് കഷ്ടപ്പെട്ടാണ് യേശു ജീവിച്ചത്. സ്വന്തം വീട്ടിലല്ല, മറ്റുള്ളവരുടെ കൂടെ അല്ല, അതിൻ്റെ കൂടെ ശിഷ്യരും എല്ലാം ഉള്ളവരായിരുന്നു. പലരും ധനമൊക്കെ ഉള്ളവരായിരുന്നു. അവരവരുടെ തൊഴിലിനനുസരിച്ച് അതിൽ കൂടുതലൊക്കെ ധനമുള്ളവരും ഉണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് അവരുടെ യേശുവിൻ്റെ കൂടെ തന്നെ എവിടെയെങ്കിലും ആയിരുന്നു വഴിയരികിൽ, അത്തിമര ചുവട്ടിൽ, ഗസമേൻ തോട്ടത്തിൽ, താബോർ മലയിൽ, ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളെല്ലാം ആയിരുന്നു അവർ ജീവിച്ച് അവിടെ അന്തി ഉറങ്ങിയിരുന്നത്. ആഹാരം കഴിച്ചെങ്കിൽ കഴിച്ചു എന്നുള്ളതായിരുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ആ വഴിയിൽ കൂടാണ് നടന്നത്. അപ്പോൾ ആ വഴിയിലൂടെ നമ്മൾ നടക്കണം. ഇതായിരുന്നു കർത്താവിൻ്റെ വഴി. അപ്പോൾ ആ വഴിയിൽ കൂടി നമ്മൾ നടന്ന് നമ്മുടെ ശരീരാഭിലാഷങ്ങളെ തോൽപ്പിച്ച് നമ്മൾ ശ്രേഷ്ഠതയുള്ളവരായിട്ട് മാറണം. അപ്പോഴാണ് നോമ്പിൻ്റെ കാര്യം. അപ്പോൾ അങ്ങനെയുള്ള ആ വഴി അതിച്ചിരി കടുപ്പമുള്ള വഴിയാണ്. കാരണം ഇടുങ്ങിയതാണ്. ഇത്രയും വേദനകൾ സഹിച്ചു ഇടുങ്ങിയ വഴി കൂടെ പോകണമെങ്കിൽ ഇച്ചിരി ഒതുങ്ങിക്കഴിഞ്ഞ് വേദനകളൊക്കെ സഹിച്ച് വേണം പോകാൻ. മറ്റേ നല്ല നമുക്ക് ഹൈവേ പോലെ നമുക്ക് അങ്ങ് പോകാം. അങ്ങനത്തെ വഴി സാത്താൻ്റെ വഴിയാണ്. അവൻ തരുന്നതാണ് ഇഷ്ടം പോലെ സുഖിച്ച് ആസ്വദിച്ച് എൻജോയ് ചെയ്ത് ജീവിക്കുക എന്നുള്ളത്. ആ വഴിയല്ല ഇവിടെ പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള നോമ്പിൻ്റെ വഴിയാണ് നമുക്ക് കർത്താവ് തുറന്നു തന്നത്. അപ്പോൾ അത് നമ്മൾ തിരിച്ചറിയണം. നമ്മൾ ഏത് രീതിയിലാണ് നമ്മൾ ജീവിക്കേണ്ടുന്നത്, നമ്മൾ ചെയ്യേണ്ടത്. നമ്മളെ പ്രാർത്ഥന ഇങ്ങനെ നടക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനയിൽ നമുക്ക് അത് അല്പം ആത്മാർത്ഥത, നീതി ഉണ്ടായിരിക്കണം നമ്മുടെ പ്രാർത്ഥനയോടുകൂടി. അപ്പോൾ ഞാൻ പറഞ്ഞത്, അപ്പോൾ നമ്മുടെ നോമ്പ് നമ്മൾ മറ്റുള്ളവരെ സഹായിക്കുന്ന നോമ്പിൻ്റെ ഭാഗമായിട്ട് ചെയ്യുമ്പോൾ ചിന്തയിലും വാക്കും കൊണ്ടല്ല ചെയ്യേണ്ടുന്നത്, പ്രവൃത്തിയിലും കൂടിയാണ്. ആണ് ഞാൻ ഇവിടെ പറഞ്ഞത്. യോഹന്നാൻ 1:5 ദൈവം അങ്ങനെയുള്ളവൻ എന്തു ചെയ്യും? യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ 1-ാം ലേഖനത്തിൽ 1-ാം അധ്യായം യോഹന്നാൻ, ദൈവം പ്രകാശമാണ്,
നാം ദൈവത്തോടു കൂടി ആയിരിക്കുകയും പ്രകാശത്തിൽ വസിക്കുകയും സഞ്ചരിക്കുകയും ചെയ്യുന്നെങ്കിൽ ദൈവവുമായും നമ്മൾക്കും വിശുദ്ധരുമായും നമുക്ക് കൂട്ടായ്മയുണ്ടായിരിക്കും. ദൈവമായിട്ടും വിശുദ്ധരുമായിട്ടും. വിശുദ്ധരെല്ലാം ഈ വഴിയെ കൂടെ നടന്നു. അവൻ നടന്ന വഴിയെ കൂടി ഇപ്പം ഞാൻ വായിച്ചത് പോലെ അവൻ നടന്ന വഴിയെ കൂടെ 1:2:6 വായിച്ചതുപോലെ അവൻ നടന്ന വഴിയിൽ കൂടി നമ്മൾ നടക്കണം. അപ്പോൾ അത് അങ്ങനെയുള്ളവർക്കാണ് വിശുദ്ധരുടെ കൂട്ടായ്മ ഉണ്ടായിരിക്കും. ദൈവവുമായിട്ടുള്ള ബന്ധവും നിലനിർത്താൻ നമ്മൾക്ക് സാധിക്കും. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മുടെ സമയം അതിനനുസരിച്ച് വീഡിയോ ആയതുകൊണ്ട് മറ്റ് നേരിട്ടുള്ള ക്ലാസ് അല്ലെങ്കിൽ കൂടുതൽ സമയം നമുക്ക് പറയാൻ സാധിക്കുമായിരുന്നു. അപ്പോൾ ഇന്ന് കേട്ട ഈ വചനങ്ങൾ നമ്മളെ ഭരിക്കണം, നമ്മുടെ മനസ്സുകളെ. അത് കേട്ടങ്ങനെ വെച്ചിരിക്കാൻ, അത് നമ്മളെ ഭരിക്കണം. അത് കേട്ട് സന്തോഷിച്ച് അങ്ങ് പോവുകയില്ല. നമ്മൾ സാധാരണ ചെയ്യുന്ന ഇങ്ങനെയുള്ള ധ്യാന പ്രസംഗങ്ങളിലും ഒക്കെ കേട്ട് ഇപ്പോൾ നോയമ്പ് കാലത്തൊക്കെ ഒരുപാട് നടക്കുന്നതെല്ലാം കേട്ടുകൊണ്ട് അങ്ങ് പോവുക. പറയുന്നവർ അവർ പറഞ്ഞു കേട്ടു, അവർക്കതല്ലേ പറ്റത്തുള്ളൂ. ഈ ഓപ്പറേഷൻ ചെയ്ത് അകത്തോട്ട് വയ്ക്കാൻ പറ്റുമോ? ഇഞ്ചക്റ്റ് ചെയ്യാൻ പറ്റുമോ? ഒന്നുമല്ല. ഇത് ഇഞ്ചക്റ്റ് ചെയ്യുന്ന നമ്മുടെ മനസ്സിൽ ഈ കേൾക്കുന്നത് നമ്മൾ തന്നെ അങ്ങനെ അങ്ങോട്ട് സ്വീകരിച്ച് ആക്കണം. അപ്പോൾ അങ്ങനെ നമുക്കിത് സാധിക്കട്ടെ. നമ്മൾ ചിന്തിക്കണം. പ്രാർത്ഥനകളൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ ക്രിസ്ത്യാനികളും നോയമ്പിൻ്റേതായിട്ടുള്ള പ്രത്യേക പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കുന്നവരൊക്കെ എല്ലാ വിഭാഗങ്ങളിലും ഉണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ ഉണ്ട്. അപ്പോൾ അവരൊക്കെ ഇതിപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മളിത് കൂടുതലായിട്ട് ചിന്തിക്കണം. ഞങ്ങളുടെ ഇത് മലങ്കര കത്തോലിക്ക സഭയിലെ അന്ത്യോക്യൻഡ്രിയത്തിലുള്ള പ്രാർത്ഥനയുടെ പ്രാർത്ഥനകളാണ് ഞാനത് പറഞ്ഞത്. അപ്പോൾ അങ്ങനെയുള്ളവർ ദൈവത്തിൻ്റെ കൂടെ പ്രകാശത്തിലായിരിക്കും ഇങ്ങനെ നോമ്പ് നോക്കുന്നവർ. അപ്പോൾ ഒന്ന് യോഹന്നാൻ 1:5 പറയുന്നുണ്ട്. സന്ദേശം അവിടെ പറയുന്നുണ്ട്, നിങ്ങളോട് പ്രഖ്യാപിക്കുന്ന സന്ദേശം ഇതാണ്: ദൈവം പ്രകാശമാണ്. ദൈവം പ്രകാശമാണ്. അപ്പം നമ്മളും പ്രകാശിക്കണം. ആ പ്രകാശം നമ്മൾ സ്വീകരിച്ചിരിക്കണം. അതിനുള്ള എല്ലാ ഉത്തേജനവും എല്ലാ കൃപയും അനുഗ്രഹവും നമ്മൾക്ക് ആത്മാവ് പ്രദാനം ചെയ്യട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ഇത് ഉപസംഹരിക്കുന്നു. നിങ്ങൾ ഇത് കേൾക്കുന്നവർക്ക് മറ്റുള്ളവർക്കും പറഞ്ഞു കൊടുക്കുകയും ഷെയർ ചെയ്യുകയും അവരിൽ പ്രചരിപ്പിക്കുകയും ചെയ്യുക. കാരണം എല്ലാവർക്കും ഉപകാരപ്രദമായതാണ്. ഇതൊരു ക്രിസ്ത്യാനികൾക്കെന്നുള്ളതല്ല, എല്ലാ ജാതി മതസ്ഥർക്കും എല്ലാ വിഭാഗക്കാർക്കും എല്ലാവർക്കും പ്രയോജനം ചെയ്യുന്ന ചിന്തകളാണ്, ദൈവചിന്തകളാണിത്. നോയമ്പ് കാലത്തെ ഈ പ്രോഗ്രാം അതുകൊണ്ട് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആർക്കും അതിനകത്ത് ദോഷകരമായിട്ടുള്ളത് ഒന്നുമില്ല എന്നുള്ളത് മനസ്സിലാക്കി എല്ലാവരെയും ഇത് അറിയിക്കുക. ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥനയോടുകൂടി നിർത്തുന്നു.